അല്ലടോ, ഈ എത്ര കൊല്ലമായി ബാംഗ്ലൂർ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? എൻ്റെ കയ്യിൽ എന്തെങ്കിലും സേവിങ്സ് ഉണ്ടോ? മന്ത് എൻഡ് ആകുമ്പം കയ്യിൽ 5ൻ്റെ പൈസ എടുക്കാൻ ഉണ്ടാവാറുണ്ടോ? ഇല്ലല്ലോ. കടവും ഈ ക്രെഡിറ്റ് കാർഡും തന്നെയല്ലേ അല്ലേ? നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാൾ നിങ്ങളെ വിളിച്ചു ചോദിക്കുക, എടാ എനിക്കൊരു 5 റുപ്യ കടം വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു മന്ത് എൻഡിൽ കൊടുക്കാൻ നിങ്ങൾ എടുത്തുണ്ടാവില്ല. ഓനെന്താ പറയാമെന്നറിയോ? ഓനൊക്കെ വലിയ ആൾക്കാരായി പോയില്ലേ, ബാംഗ്ലൂർ വലിയ ജോലി, ഫ്ലാറ്റ്. പകലെപ്പോൾ വിളിച്ചാലും ബിസിയാണ്, ഓഫീസിലാണ്. വൈകുന്നേരം വിളിച്ചാൽ മിക്കവാറും പബ്ബിലായിരിക്കും, അല്ലെ പെണ്ണുങ്ങളെയും കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും സുഖ ജീവിതം. ഓനോട് ഒരു 5 പൈസ കടം ചോദിച്ചു കഴിഞ്ഞാൽ ഓന് 100 കാരണമാണ്. പൈസ ഇല്ല, സാലറി കിട്ടിയിട്ടില്ല, സാലറി തീർന്നു പോയി, ക്രെഡിറ്റ് കാർഡിന് പേയ്മെൻ്റ് ഉണ്ട്. ഇതേ ആൾക്കാർ പറയുള്ളൂ. നിങ്ങൾക്ക് കൊടുക്കണം എന്നൊക്കെ ഉണ്ടാവും, പക്ഷേ മന്ത് എൻഡ് ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 15-ാം തീയതി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ഒരു പൈസ ഉണ്ടാവില്ല. അതാണ് ഈ ബാംഗ്ലൂരെ 90% ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ. നിങ്ങളുടെ സാലറി എത്ര വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, മന്ത് എൻഡിലൊക്കെ ഒരുപോലെ ആയിരിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയോ? നിങ്ങൾ എപ്പോഴെങ്കിലും സേവ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇനി ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. അതായത് സേവിങ്സ് ഉണ്ടോ ഇല്ലേ, എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്നുള്ളത്. നമുക്കൊരു പോഡ്കാസ്റ്റ് ചെയ്യണം അതിനെപ്പറ്റി. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടെങ്കിലും നിങ്ങളൊന്ന് പിൻ ചെയ്തിരുന്നേ. നോക്കാൻ വെക്കുക ആരൊക്കെ കയ്യിൽ സേവിങ്സ് ബാക്കിയുണ്ട് എന്നുള്ളത്, അല്ലേ?